കഴിഞ്ഞ 2 മാസത്തിനിടയിൽ മിനിമം ഇത് മൂന്നാമത്തെ തവണ ഇന്ന് US പ്രസിഡന്റ് ട്രംപ് പറഞ്ഞിരിക്കുന്നു, യുദ്ധം 2-3 ദിവസത്തിനകം അവസാനിക്കുമെന്ന്. സമാധാന ചർച്ചയുടെ അവസാന നിമിഷങ്ങളിലൂടെ കടന്നു പോവുകയാണ്. പക്ഷേ ആ അവസാന നിർണായക ഘട്ടം എന്നാണ് പറയേണ്ടതെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. എളുപ്പമല്ല അന്ത്യഘട്ട സംഭാഷണങ്ങൾ എന്ന സൂചകം ട്രംപ് നൽകിയിരിക്കുകയാണ്. ഈ ഒരു പ്രഖ്യാപനത്തോട് ഇറാന്റെ പ്രതികരണവും വന്നിരിക്കുന്നു. ഇങ്ങനെ പലതും ഞങ്ങൾ കേട്ടിട്ടുണ്ട്, മുമ്പ് പറഞ്ഞതെല്ലാം, ഈ വിഷയത്തിൽ പറഞ്ഞതെല്ലാം പരാജയമായിരുന്നു എന്ന കാര്യം ഓർമ്മിക്കണമെന്നും ഇറാൻ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. ഇന്നലെ 2 കൂട്ടരും ആയുധമെടുക്കില്ല എന്ന് പറഞ്ഞത് 102-ാം ദിവസം ജൂൺ 9-ന് ഇന്ന് ഇറാന്റെ ഭാഗത്തുനിന്ന് ഇസ്രയേലിലേക്കും മിസൈൽ പോയിട്ടില്ല, ഇസ്രയേലിന്റെ ഭാഗത്തുനിന്ന് ഇറാനിലേക്കും മിസൈലുകൾ പാഞ്ഞിട്ടില്ല. എന്നാൽ ഇറാൻ ഹോർമൂസ് കടലിടുക്കിന്റെ സമീപത്തേക്ക് 2 ഡ്രോണുകൾ അയച്ചതിനെ അമേരിക്കയുടെ സെൻട്രൽ കമാൻഡ് കടലിൽ വെച്ച് തന്നെ നിർവീര്യമാക്കാൻ വേണ്ടി ഇന്റർഫിയർ ചെയ്തു എന്ന് അമേരിക്കൻ ഉദ്യോഗസ്ഥർ അവകാശപ്പെടുകയാണ്. എന്നാൽ മറ്റൊരു കാര്യം സംഭവിച്ചിട്ടുണ്ട്. ഇസ്രയേൽ ലെബനോനിലേക്ക് ആക്രമണം നടത്തി, പ്രത്യേകിച്ച് ടയർ എന്ന് പറയുന്ന പട്ടണത്തിൽ ആക്രമണം നടത്തുകയും 8 പേർ കൊല്ലപ്പെടുകയും ചെയ്തു. ഈ യുദ്ധം ആരംഭിച്ച ശേഷം ഇത്രയും വലിയൊരു ആക്രമണം ടയർ മേഖലയിൽ ഉണ്ടായിട്ടില്ല എന്നും റിപ്പോർട്ടുകൾ പറയുകയാണ്. ഇസ്രയേൽ ഒരു മുന്നറിയിപ്പ് കൂടി നൽകിയിട്ടുണ്ട്. ലെബനോനിൽ ആക്രമണം നടത്തി എന്ന പേരിൽ ഇറാൻ ഏതെങ്കിലും മിസൈലുമായിട്ട് ഇസ്രയേലിന് മേൽക്ക് വന്നാൽ അതിശക്തമായ തിരിച്ചടി ഇറാനിലേക്കുണ്ടായിരിക്കും എന്നത് ഓർമ്മ വേണമെന്നും ഇസ്രയേൽ പറയുകയാണ്. ഇന്ന് അമേരിക്ക സാക്ഷ്യപ്പെടുത്തുന്ന ഒരു കാര്യം കൂടിയുണ്ട്. ഹോർമൂസ് കടലിടുക്കിലൂടെ പതിവിൽ കവിഞ്ഞ ട്രാഫിക് ഇന്നലെയും ഇന്നുമൊക്കെ ഉണ്ടായിരിക്കുന്നു എന്നാണ്. കൂടുതൽ രാജ്യങ്ങളിലേക്ക് ഈ ഗൾഫ് മേഖലയിൽ നിന്നുള്ള എണ്ണ സമ്പത്ത് പോവുകയാണ് എന്നാണ്. ഇതിനിടയിൽ ഇതുവരെ കേട്ടുകേൾവിയില്ലാത്തൊരു സംഗതി ഇപ്പോൾ ഫലസ്തീൻ വിഷയവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇസ്രയേലിലെ ചിലർക്ക് മേൽ ഉണ്ടായിരിക്കുന്നു. അതായത് ഫലസ്തീൻ മേഖലയിൽപ്പെട്ട വെസ്റ്റ് ബാങ്കിലേക്ക് കുടിയേറാൻ ശ്രമിക്കുന്ന ഇസ്രയേലി വംശജർ, അങ്ങനെയുള്ള ആളുകൾക്ക് അതിൽ കുറച്ചു പേർക്ക് കൃത്യമായിട്ടുള്ള ഉപരോധം ഏർപ്പെടുത്തിക്കൊണ്ട് ഒരു വിഭാഗം രാജ്യങ്ങൾ മുന്നോട്ട് വന്നിരിക്കുകയാണ്. കുടിയേറാൻ വേണ്ടി അനധികൃതമായി, തികച്ചും നിയമവിരുദ്ധമായി ഫലസ്തീൻ മേഖലയിലേക്ക് വളരെ പ്ലാൻ ചെയ്തുകൊണ്ട് കടന്നുകൂടുന്ന ഈ ഇസ്രയേൽ വംശജർക്ക് ഇനി മുതൽ തങ്ങൾ ഒരു കാരണവശാലും ഒരു അംഗീകാരവും കൊടുക്കില്ല, ഉപരോധം ഏർപ്പെടുത്തും, അവർക്ക് ട്രാവൽ ബാൻ അടക്കമുള്ളത് ഏർപ്പെടുത്തുമെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നിരിക്കുന്ന രാജ്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടത് UK തന്നെയാണ്. കൂട്ടത്തിലുണ്ട് കാനഡ, നോർവേ ഉണ്ട്, ഫ്രാൻസ് ഉണ്ട്, ഓഷ്യാന മേഖലയിൽപ്പെടുന്ന ഓസ്ട്രേലിയയും ന്യൂസിലൻഡുമുണ്ട്. ഇത് ചരിത്രത്തിലെ അപൂർവമായ സംഗതിയാണ്. ഒരു രാജ്യത്തെ കടന്നാക്രമിച്ച് അവരുടെ ഭൂമി സ്വന്തമാക്കാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന ആളുകൾക്ക് മേൽ ട്രാവൽ ബാൻ അടക്കമുള്ളത് ഏർപ്പെടുത്തിക്കൊണ്ട് തങ്ങൾ പ്രതികരിച്ചിരിക്കുമെന്ന് പറയുന്നത് ഒരു ആധുനിക മനുഷ്യാവകാശത്തിൻ്റെ ഏറ്റവും വലിയ അടയാളമായി മാറുകയാണ്. എല്ലാ കാര്യങ്ങളും കയ്യും കെട്ടി നോക്കി നിൽക്കില്ല എല്ലാ കാലത്തും എന്ന് പറയുന്നതിൻ്റെ സന്ദേശമാണ് ഇതിലടങ്ങിയിരിക്കുന്നത്. UAEക്കും ഒമാനും ഇടയിൽ ഒരുപാട് ആളുകൾ ഇപ്പോൾ പോയി വരുന്നു. സന്ദർശനത്തിന് പറ്റിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയായി ഒമാൻ മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഷാർജ RTA ഏർപ്പെടുത്തിയിരിക്കുന്ന ബസ്സുകളുടെ എണ്ണവും കൂടിയിരിക്കുകയാണ്. ദിവസം 3 സർവീസുകൾ, രാവിലെ ഷാർജയിൽ നിന്ന് 6:30-ക്ക്, ഉച്ചയ്ക്ക് 3:30-ക്ക്, രാത്രി 8:30-ക്ക്. ഒരു 6-7 മണിക്കൂർ സമയം കഴിഞ്ഞാൽ ഇത് മസ്കറ്റിലെത്തും എന്നാണ് അതിൻ്റെ കണക്ക്. സൊഹാറിൽ നിന്ന് ഷാർജയിലേക്കും ഇതുപോലെ ബസ്സുണ്ട്, രാവിലെ 7 മണിക്കും ഉച്ചയ്ക്ക് 1:30-ക്കും. മസ്കറ്റിൽ നിന്ന് ഷാർജയിലേക്ക് ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് ബസ് പുറപ്പെടുമെന്നും ഷാർജ RTA അറിയിച്ചിട്ടുണ്ട്. Night updates supported by ELL Properties, Kalyan Jewelers, Gentle Park, Best Quality Linen and Cotton, Lulu Supermarket, Hypermarket and Department Store, Fira Foods, Al Nasood Cargo, Gold Star Rent-A-Car, Dr. Asina's Ayurvedic Clinic, Ain Gold and Diamonds, Choco World, Partha Signature Abu Shagara Sharjah, ABC Cargo and Courier, Hashim Hypermarket.